അപ്പൊ അദ്ദേഹം 77 കമ്പനി തുടങ്ങുന്നു. കമ്പനി ഇങ്ങനെ വച്ച് വളരുന്നു. 2008 ആ കമ്പനി IPOക്ക് പോകാൻ തീരുമാനിക്കുന്നു. IPO എന്ന് പറയുന്നതിന് ഞാനൊരു നല്ല അവസ്ഥയിലാണ് കാണുന്നത്, എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാം. അപ്പൊ IPOക്ക് പോകാൻ തീരുമാനിക്കുന്നു. 2007 ഒരു കൊല്ലത്തിന് മുമ്പ് 5% സ്റ്റേക്ക് എടുത്ത് ജീവനക്കാർക്ക് 2 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡെസിഗ്നേഷൻ വൈസും എക്സ്പീരിയൻസ് വൈസും വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ ചിലർക്കൊക്കെ കുറച്ച് ഷെയർ കിട്ടി, അത് ചിലർ ഹോൾഡ് ചെയ്തു, ചിലർ വിറ്റു, ചിലർ രാജിവെച്ചു പോയി, ചിലർ പുറത്തു പോയി, അങ്ങനെയൊക്കെ പലതും സംഭവിച്ചു. ചിലർ അത് ഹോൾഡ് ചെയ്ത് ഷെയറിന്റെ വാല്യൂ കൂടി അത് മൾട്ടിപ്ലൈ ചെയ്തു. അന്ന് 10 ഫേസ് വാല്യൂ, ഇന്ന് 1 ഫേസ് വാല്യൂ. അപ്പൊ പലതവണ അത് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾഡ് ചെയ്ത ചിലരുടെ 2023 കണക്ക് പ്രകാരം അതിൽ ചിലരുടെ അതിന്റെ വാല്യൂ വെൽത്ത് 13 കോടി രൂപയാണ്. ഒരു ജീവനക്കാരന് ഇതിനേക്കാൾ കൂടുതൽ ഓണ്ടർപ്രണർക്ക് എന്തുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾ പറഞ്ഞേ? വെൽത്ത് ഉണ്ടാക്കി കൊടുക്കുക, അതാണ് വേണ്ടത്. അപ്പൊ വെൽത്ത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കമ്പനി വളരണം. അല്ലാണ്ട് 77 തുടങ്ങി അതേപോലെ പോയാൽ പോരാ എന്നതാണ്. അപ്പൊ ഒരു കമ്പനി വളരേണ്ടത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല ഓണ്ടർപ്രണർ ഉണ്ടാവുക. അല്ലാതെ നമുക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ഉണ്ടാകുന്നതല്ല ബിസിനസ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര ബോൾഡായിരിക്കും, നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് ഈ പണികൾ ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി ആ അർത്ഥത്തിൽ ബിസിനസ് വെൽത്ത് ഉണ്ടാക്കാൻ, നമുക്കായിക്കോട്ടെ നമ്മുടെ കൂടെ ഉള്ളവർക്കായിക്കോട്ടെ, വെൽത്ത് ഉണ്ടാക്കാൻ ലോകത്തെ ഏറ്റവും മികച്ച മാർഗമാണ് എന്ന അർത്ഥത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വെൽത്ത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് എന്നത്